ഞാൻ ചെമ്മീനും ചക്കക്കുരു പിന്നെ മുരിങ്ങയ്ക്ക മാങ്ങ എല്ലാം കൂടെ ഇട്ടൊരു ചാറ് കറി വയ്ക്കാൻ പോവുകയാണ്. ഇതാ മുരിങ്ങയ്ക്ക കഴുകി വൃത്തിയാക്കി 7 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു അര വേവാകുമ്പോഴേ മാങ്ങ ഇട്ടുള്ളൂ. ഇതാ നമ്മുടെ ചെമ്മീൻ കൂടെ ഇട്ട് ഇത്ര ഒഴിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പ് വെച്ച് വേവിക്കുള്ളൂ. അത്രയും വെള്ളമാണ്. ഇത്രയും വെള്ളം എന്താ വെച്ചാൽ നമുക്ക് അരപ്പി ഇറക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ചേർക്കുന്നത്. അടുപ്പിലോട്ട് വെച്ച് ഇതിന് മൂടി ഇതൊന്നും നല്ലോണം വെന്തിട്ട് വേണം നമുക്ക് മാങ്ങ ഉപ്പും കൂടെ ഒന്നിച്ചിട്ട് അര വേവിൽ മാങ്ങ ഇടും ഉപ്പും കൂടെ ഇടുമ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വരും. അധികം പുളിപ്പില്ല. എന്നാലും ഒരു മാങ്ങ ഒരു നിറ വ്യത്യാസം. അതുകൊണ്ട് ഞാൻ 2 നാടൻ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇനി ചേർക്കുന്നത്. മാങ്ങ ഇടുകയാണ്. ഈ തക്കാളിയും കൂടി ഇടുക. ഇനി ഉപ്പ് കൂടെ ഇടുവാണ് ഞാൻ. ഉപ്പ് കൂടെ ഇടുക. വെന്തിട്ട് മാങ്ങയും തക്കാളിയും കൂടെ ഒന്ന് വെന്ത് ഇതിലൊരു പുളിപ്പ് കൂടെ പിടിച്ചിട്ടാണ് നമുക്ക് അരപ്പ് ചേർക്കുക. അരപ്പ് ചേർക്കുന്നത് ഇത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. വേറെ ഒരു കെടുപിടികളും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇതിനകത്ത് അങ്ങനത്തെ അരച്ചാണ് വെക്കുന്നത്. കടുകാൻ പോവുകയാണ് നമ്മുടെ ചെമ്മീൻ കറിക്ക്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇതാ ഉള്ളി അരിഞ്ഞെടുത്തു. ഇനി കടുകിടണം. കടുകിടുക. നമുക്ക് നമ്മുടെ ചെമ്മീൻ ചാറിനകത്തോട്ട് ഒഴിക്കുക. വേണ്ടേ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ഇപ്പം ചെമ്മീൻ്റെ സീസണാണ്. ഇതേപോലെ ചക്കക്കുരു മാങ്ങയും തക്കാളിയും എല്ലാം കൂടി ഇട്ടൊന്ന് ചാറ് വെച്ചിട്ട് നമ്മുടെ ചോറിന് നല്ല അടിപൊളിയാണ്. വേറെ ഒരു കറിയില്ലെങ്കിലും ഇത് കൂട്ടാം. എന്തെങ്കിലും ഒരു ഇച്ചിരി എരിവ് കറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അതുകൊണ്ട് ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.